വളരെ റീസെൻ്റ് ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് റൊഡാമിൻ ബി എന്നൊരു വാക്കിനെ പറ്റി. സോ എന്താണ് ഈ റൊഡാമിൻ ബി? കാരണം ഈ ഇടയ്ക്ക് തന്നെ നമ്മുടെ വാർത്തകളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ഈ ഒരു വാക്ക്. നമ്മുടെ ഈയിടയ്ക്കായിട്ട് കർണാടക സർക്കാർ അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് മിനിസ്റ്റർ ഈ റൊഡാമിൻ ബി എന്ന ഒരു രാസവസ്തുവിൻ്റെ ഉപയോഗം ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിരോധിച്ചു കൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഈയിടയ്ക്ക് നമ്മൾ കേട്ടത്. സോ ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് നമ്മൾ എന്താണ് റൊഡാമിൻ ബി, അത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അത് മനുഷ്യരിൽ എന്തൊക്കെ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഈ റൊഡാമിൻ ബി എന്ന് പറയുന്നത് ഒരു റെഡിഷ് അല്ലെങ്കിൽ വയലറ്റ് റെഡിഷ് കളറിലുള്ള ഒരു രാസപദാർത്ഥമാണ്. അത് പൗഡർ ഫോമാറ്റിലാണ് നമുക്ക് ലഭിക്കുന്നത്. സാധാരണയായി ഇത് ഉപയോഗിച്ച് വരുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെയും ഗതിയുടെയും അല്ലെങ്കിൽ അതിൻ്റെ വേഗതയെ പറ്റിയൊക്കെ മനസ്സിലാക്കാനായിട്ട് ഒരു ട്രേസർ ഡൈ ആയിട്ടാണ് സാധാരണ ഇത് ഉപയോഗിച്ച് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു നിറത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ ഇത് നമ്മൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലും പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിലൊക്കെ വളരെയധികം ഉപയോഗിച്ച് വരുന്നുണ്ട്. പക്ഷേ ഈയിടയ്ക്ക് നടന്ന പഠനങ്ങളുടെ ഫലമായിട്ടാണ് ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റിനെ പറ്റി മനസ്സിലാക്കുന്നത്. ഇത് കുട്ടികളിൽ അമിതമായിട്ട് ഉള്ളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റണ്ടഡ് ഗ്രോത്ത് അഥവാ അവരുടെ വളർച്ചാ നിരക്ക് വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളിൽ അവരുടെ ടെസ്റ്റുലാർ ഗ്രോത്തിനെ അല്ലെങ്കിൽ ഓവേറിയൻ ഗ്രോത്തിനെയൊക്കെ വളരെ പാർശ്വമായിട്ട് ബാധിക്കുന്ന ഒരു രാസവസ്തുവാണ് ഈ റൊഡാമിൻ ബി എന്ന് പറയുന്നത്. അതുപോലെ മുതിർന്നവരിൽ സ്പ്ലീൻ, ലിവർ, കിഡ്നി എന്ന അവയവങ്ങളിൽ ഇതിൻ്റെ ഒരു പ്രവർത്തനം കാരണം ചില തരത്തിലുള്ള ലീഷൻസ് അഥവാ ഗ്രോത്തുകൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് പിന്നൊരു സമയത്ത് ക്യാൻസറസ് ആയിട്ട് മാറുന്നതായിട്ടും ഈ റൊഡാമിൻ ബിയുടെ ഒരു പാർശ്വഫലമായിട്ട് റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് കണ്ടെത്തിയതിൻ്റെ ഫലമായിട്ടാണ് കർണാടക സർക്കാർ ആരോഗ്യ മന്ത്രാലയം ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന പാർശ്വഫലങ്ങൾ പറയുന്നുണ്ടെങ്കിലും സാധാരണയായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റൊഡാമിൻ ബി ഉപയോഗിക്കുന്നത് എന്തൊക്കെ വസ്തുക്കളാണ്, ഭക്ഷണ പദാർത്ഥങ്ങളിലാണെന്ന് അറിയാമോ? സാധാരണ ഉപയോഗിക്കുന്നത് കോട്ടൺ ക്യാൻഡി, കുട്ടികളിൽ ഏറ്റവും അട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥമാണ്, ഭക്ഷണ പദാർത്ഥമാണ് ഈ പറയുന്ന കോട്ടൺ ക്യാൻഡി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ വളരെ കളർഫുൾ ആക്കുമ്പോൾ കുറച്ചുകൂടെ കുട്ടികൾ അതിനകത്ത് അട്രാക്റ്റഡ് ആവുകയാണ്. അപ്പോൾ അങ്ങനെ കോട്ടൺ ക്യാൻഡിയിലും ഗോബി മഞ്ചൂരിയനിലൊക്കെ കൂടുതൽ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് റൊഡാമിൻ ബി ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങിൻ്റെ ആ ഒരു കളർ കൂട്ടാൻ വേണ്ടിയിട്ടും റെഡ് ചില്ലി അല്ലെ മുളക് പൊടിയിലൊക്കെ അതിൻ്റെ കളർ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് റൊഡാമിൻ ബി ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഉപയോഗം വളരെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ട് FSSAI നമ്മുടെ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഇതിനെ നിയന്ത്രിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഫുഡ് സേഫ്റ്റി അതോറിറ്റി തന്നെ നമുക്ക് കുറച്ച് അലൗഡ് ആയിട്ടുള്ള കളേഴ്സും അവർ പറയുന്നുണ്ട്. റൊഡാമിൻ ബി എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് ബാൻ ചെയ്തിരിക്കുന്ന, നിരോധിച്ചിരിക്കുന്ന ഒരു ഒരു നിറം നൽകുന്ന ഒരു പദാർത്ഥമാണ്. സാധാരണ അലൗഡ് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പം നമുക്ക് നിങ്ങൾക്ക് ചുവന്ന നിറം അല്ലെങ്കിൽ റെഡിഷ് കളറാണ് വേണമെന്നുണ്ടെങ്കിൽ കാർമോസിൻ അല്ലെങ്കിൽ തൈറോസിൻ എന്ന കളേഴ്സ് അലൗഡ് ആണ്. ഇനി നിങ്ങൾക്ക് ഗ്രീൻ കളർ ആണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ഗ്രീൻ പോലത്തെ കളേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി സിമ്പിളായിട്ട് നമുക്ക് ഈ റൊഡാമിൻ ബിയുടെ പ്രസൻസ് നമ്മൾ എടുക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൽ ഉണ്ടോ എന്നറിയാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന 2-3 ടെക്നിക്കുകളൂടെ ഞാൻ പറയാം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് റെഡ് ചില്ലിയാണ് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 2 ഗ്രാം ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് എടുക്കുക. അസറ്റോൺ പദാർത്ഥം ഒരു 5 ml. ഈ അസറ്റോൺ എന്ന് പറയുന്നത് നമുക്ക് ഫാർമസികളിലും കെമിക്കൽ സ്യൂട്ടിക്സിലൊക്കെ ലഭിക്കുന്ന ഒരു പദാർത്ഥമാണ്. ഈസി ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പദാർത്ഥമാണ്. ഇതൊരു 5 ml നമ്മൾ ഇതിനകത്തോട്ട് ഈ ടെസ്റ്റ് ട്യൂബിനകത്തോട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ റൊഡാമിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡാർക്ക് റെഡ് ആയിട്ടുള്ള ഒരു കളർ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാം. ഇനി അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങിൻ്റെ പുറത്ത് ഇതിൻ്റെ ഒരു പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് വെള്ളത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിലിൽ ഒന്ന് ഇമേഴ്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്തൊന്ന് തടവുകയാണെന്നുണ്ടെങ്കിൽ റെഡിഷ് കളർ വരുന്നതായിട്ടും കാണാം. സോ ഇതിൻ്റെ പ്രസൻസ് മനസ്സിലാക്കുക. നിങ്ങൾ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവരും അനാവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള കളേർഡ് ആയിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക.